രണ്ട് ടീമും നല്ല രീതിയിൽ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ലൈവ് തട്ടുകടയാണ്. വൈകിട്ട് കാലങ്ങളിൽ നിങ്ങൾക്ക് ആർക്കും വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ്, നാടൻ ഫുഡ്, ഇപ്പോൾ മീൻ പൊള്ളിച്ചതോ ബീഫോ അങ്ങനെ എന്ത് വേണമെങ്കിലും നാടൻ ഫുഡ് എന്തും നമ്മളിവിടെ ചെയ്യും കഴിക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് നിസു എക്സ്പ്ലോർ. നമ്മളിന്നുള്ളത് നല്ലൊരു അടിപൊളി ഫാമാണ്. ഈ ഫാമിൻ്റെ പേര് യാക്കോബ ഫാമാണ്. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്ന അജ്മാനിലാണ്. അജ്മാനിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഫാമാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ ഫാമിനകത്തോട്ട് കയറുകയാണ്. അപ്പോൾ ഈ ഫാമിനകത്ത് എന്തൊക്കെ കാഴ്ചകളും നോക്കാം. അപ്പോൾ ഈ ഫാമിനകത്തോട്ട് കയറുമ്പോൾ തന്നെ രണ്ട് സൈഡിലും നല്ല ടൈറ്റായിട്ട് വൃക്ഷങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടത്തെ സൈഡിൽ ഒരു കാർണിവൽ, യാക്കോബ കാർണിവൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല ലൈറ്റ് ഷോകളൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് കളിക്കാനും ഇതിനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു സ്പേസാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഇവിടെ ഫുഡ് കോർട്ട് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട്. ഒരു നല്ലൊരു ആംബിയൻസാണ് ഇവിടെ. പിന്നെ കുറച്ച് മൃഗങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടത്തെ സൈഡിലായിട്ട് തന്നെ ഇവിടെ പാർട്ടി ഹാൾസുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ത് പാർട്ടികളൊക്കെ, ചെറിയ രീതിയിലുള്ള പാർട്ടികളൊക്കെ ചെയ്യാൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവർ. നല്ലൊരു അടിപൊളി സ്പേസ് തന്നെ കേട്ടോ ഇവിടെ. ഇവിടെ കുറച്ച് മുയലുകളൊക്കെ കാണാം. പിന്നെ ഇവിടെ നല്ല ഫുഡ് കോർട്ട് ഉണ്ട്. കണ്ടോ, ബിരിയാണി പുര എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഫുഡ് കോർട്ട്. ഇവിടെ ബിരിയാണിയൊക്കെ സെർവ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയി നോക്കാം ഇതിന് എന്തൊക്കെ കാഴ്ചകൾ കാണാനുള്ളത്. പിന്നെ ഇവിടെ യാക്കോബ ഫാം ക്യാമ്പിങ്. ഫാമിൻ്റെ ഇൻസ്റ്റഗ്രാം ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു പ്ലേ ഏരിയ, ഇവിടേക്ക് എന്ത് സൗകര്യം അവർ ചെയ്തു തരും. കളിക്കാനാണെങ്കിലും പടംവലി, ഇപ്പോൾ ഇവിടെ പടംവലി നടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഷട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാനാണോ അതിനുള്ള സൗകര്യങ്ങൾ, കളിക്കാനുള്ള സൗകര്യങ്ങൾ ഇവർ ചെയ്തു തരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയാണ് ഈ യാക്കോബ ഇൻസ്റ്റഗ്രാം ഏരിയയിൽ. അപ്പോൾ ഇതിനകത്ത് തന്നെ കുറേ സെക്ഷനുകളുണ്ട്. നമുക്ക് താമസിക്കാനുള്ള ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ ഫാമിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പാർട്ടി ഏരിയകളുണ്ട്. അപ്പോൾ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ഫാമാണ് ഈ യാക്കോബ ഫാം. പടംവലി നടക്കുന്നുണ്ട്. നല്ല ഒരു പടംവലിയാണ് ഇവിടെ നടക്കുന്നത്. രണ്ട് ടീമും നല്ല രീതിയിൽ, അയ്യോ, നമ്മൾ ഈ യാക്കോബ ഫാമിൽ ഓരോന്നും ഓരോ സെക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു സെക്ഷനാണ് ഒരു കള്ള് ഷാപ്പാണ്. പക്ഷേ അത് കള്ള് ഷാപ്പിൽ നിന്ന് പുറത്തുനിന്ന് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുള്ളൂ. പക്ഷേ അത് അവിടെ കള്ളല്ല വിളമ്പുന്നത്, അതൊരു സാധാരണ ജ്യൂസൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു പേരിലൊരു കള്ള് ഷാപ്പ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ കേട്ടോ, തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇളനീരിൻ്റെ ഒരു പൾപ്പ് ഉപയോഗിച്ചുള്ള ആൽക്കോളിക് അല്ലാത്ത ഒരു സൈസ് ജ്യൂസാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് പോയൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. ഡാ മോനെ ഇങ്ങ് പോര്, ഇങ്ങ് വരും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്.
കള്ള്. സൂപ്പറാണ്. ഒരു വൈകുന്നേരമൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണിത്, ഈ യാക്കോബ ഫാം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ ജ്യൂസിൻ്റെ എന്നുവെച്ചാൽ കള്ളിൻ്റെ അല്ല, ജ്യൂസിൻ്റെ വിലകളൊക്കെ മെനുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ യാക്കോബ ഫാമിനകത്തുള്ള കാഴ്ചകളാണ്. ഇവിടെ മെയിനായിട്ട് ഇവർ ഹോം സ്റ്റേ കാര്യങ്ങളാണ് കൂടുതലായിട്ട് നോക്കുന്നത്. യാക്കോബ ഫാമിനകത്താണ്. അപ്പോൾ അതിനകത്ത് ഉള്ള മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫാം സ്റ്റേയും കാര്യങ്ങളാണ്. ഫാം സ്റ്റേ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലുള്ള തട്ടുകട കണ്ടോ, അവിടെ വൈകുന്നേരം 5 മണി മുതൽ ഫുഡ് സെർവ് ചെയ്യും. നല്ല അടിപൊളി നാടൻ ഫുഡുകളാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ പാർട്ടികളൊക്കെ നടക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റേജും കാര്യങ്ങളും ചെറിയ രീതിയിലൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എൻ്റെ കൂടെ വന്നിരിക്കുന്നത് നബീലും ഷഫീഖാണ്. നബീലും ഷഫീഖ്, എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഫാം വിസിറ്റ് ചെയ്ത്? ഇവിടെ എന്തായിട്ടാണ് മെയിനായിട്ട് ഹൈലൈറ്റ് നിങ്ങൾക്ക് തോന്നിയത് കണ്ടിട്ട്? നല്ലൊരു അടിപൊളി ഒരു വൈബ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ എന്താ പറയുക, ഫാമിലീസിനായിട്ടൊക്കെ വന്നാലും ഒരു ദിവസം സ്റ്റേ ചെയ്ത് നല്ല അടിപൊളിയായിട്ട്, പിന്നെ അവിടെ നമുക്ക് കളിക്കാനും എല്ലാ സൗകര്യമുണ്ട്. ഒരു ബർത്ത്ഡേ പാർട്ടി അങ്ങനത്തെ പല പാർട്ടികളും ചെയ്യാനും പറ്റിയൊരു നല്ലൊരു വൈബ് തന്നെയാണ്. ഷഫീഖ്, എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട്? പറഞ്ഞ പോലെ തന്നെ ഫാമിലീസിനൊക്കെ ഒന്ന് ഗെറ്റ് ടുഗദർ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റിയ ഏരിയ അല്ലേ? എല്ലാ ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞ നല്ലൊരു അഭിപ്രായം തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഈ യാക്കോബ ഫാം നടത്തുന്ന ഇവിടുത്തെ ഈ ഫുഡ് കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നോക്കുന്ന ആളാണ് ഇക്കയാണ്. മൂപ്പരുടെ ഒരു അഭിപ്രായം കൂടി ചോദിക്കാം. ഇക്ക, എങ്ങനെയുണ്ട് നമ്മൾ ഈ ഫാമിനെ കുറിച്ച് 2 വാക്ക്? ഫാമിനെ കുറിച്ച് എന്താ പറയുക, നിങ്ങൾക്ക് നാട് പോലെ എൻജോയ് ചെയ്യാം, നിങ്ങൾക്ക് നാട്ടിലെ നാടൻ ഫുഡുകൾ കഴിക്കാം, പിന്നെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം, നിങ്ങൾക്കൊരു പ്രൈവസി ഉണ്ട്, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നാട്ടിൽ ചെയ്യുന്ന രീതിയിൽ അതേപോലെ തന്നെ നമുക്ക് ഈ ദുബായ് മരുഭൂമിയിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ഫുഡ് വൈകുന്നേരങ്ങളിലാണ് സെർവ് ചെയ്യുന്നത് അല്ലേ? ഇവിടെ ഈ ഹോം സ്റ്റേ നിൽക്കുന്ന ആളുകൾക്കും ഇവിടെ തന്നെയാണ് ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ? അല്ല, അവർക്ക് നമ്മൾ സെപ്പറേറ്റ് അവർ തരുന്ന എത്രയാണ് അവർ ആളുള്ള അതനുസരിച്ചുള്ള അവർ തരുന്ന മെനു അനുസരിച്ച് നമ്മൾ ഫുഡ് തയ്യാറാക്കി കിച്ചണിലുണ്ടാവും. അത് അവർക്ക് അവിടെ തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ലൈവ് തട്ടുകടയാണ്. വൈകിട്ട് കാലങ്ങളിൽ നിങ്ങൾക്ക് ആർക്കും വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ്, നാടൻ ഫുഡ്, ഇപ്പോൾ മീൻ പൊള്ളിച്ചതോ ബീഫോ അങ്ങനെ എന്ത് വേണമെങ്കിലും നാടൻ ഫുഡ് എന്തും നമ്മളിവിടെ ചെയ്യും. അതെ, തട്ടുദോശ, നാടൻ ദോശ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ചട്നി. പെർ ഹെഡ് എങ്ങനെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്? ഈ തട്ടുകടയിൽ അങ്ങനെ പെർ ഹെഡ് അല്ല, അല്ല, ഇത് ബൊഫേ ലെവൽ സിസ്റ്റം. അതെ, ഇത് നിങ്ങൾ നമ്മൾ സാധാരണ നാട്ടിലെ തട്ടുകട കഴിക്കുന്നതിന്റെ കൂട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിക്കാം. അപ്പോൾ ഇതിന്റെ ബില്ല് കാൽക്കുലേറ്റ് നാട്ടിലെ ഒരു രുചി നമുക്ക് ഇവിടെ ആസ്വദിക്കാം. അത് നമ്മൾ കൗണ്ടറിൽ പോയിട്ട് പറയാം കാര്യങ്ങൾ. ഇവിടെ തന്നെ ഒന്ന് ഓർഡർ ചെയ്ത ആളുണ്ടാവും. 5 മണി. ഇന്ന് പിന്നെ ഈ ഗസ്റ്റും കാര്യങ്ങളും തിരക്കുള്ളതുകൊണ്ടാണ് തട്ടുകട ഓൾറെഡി സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും 5 മണിക്ക് ഇവിടെ സ്റ്റാഫ് ഉണ്ടാവും ഓർഡർ എടുക്കാനും എല്ലാത്തിനും. അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ആംബിയൻസ് ഉള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഈ യാക്കോബ ഫാം. അപ്പോൾ ഇവിടുത്തെ മെയിനായിട്ട് കണ്ടോ, ഈ തട്ടുകട നമുക്ക് നല്ലൊരു അട്രാക്ഷനാണ്. കാരണം ഇതിനടുത്ത് തന്നെ ബിരിയാണി പുര എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാരവൻ റെസ്റ്റോറൻറ്റ് ഇതിനകത്തുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി ഏരിയയാണ്. പിന്നെ ഇവിടെ ഇവൻറ്റിൻ്റെ ചെറിയ രീതിയിലുള്ള നമുക്ക് പാർട്ടികളൊക്കെ ഇവിടെ, ബർത്ത്ഡേ പാർട്ടികൾ, അതുപോലെ തന്നെ വെഡ്ഡിങ് പാർട്ടികളൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫാം തന്നെയാണ് നമ്മുടെ ഈ ഫാം. താമസിക്കാൻ ഒരു ദിവസം പുറത്തൊക്കെ എൻജോയ് ചെയ്യാൻ താമസിച്ച് ഇരിക്കുന്നവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാവരും വന്ന് നോക്കുക എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇതിനകത്ത് എൻട്രി ചെയ്യാനിപ്പോൾ ഫീസ് കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ എൻട്രിയാണ്. പിന്നെ അവിടെ താമസിക്കുന്നവർക്കുള്ള ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്.